ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഫോൺ പേയും ഗൂഗിൾ പേയും എല്ലാം എല്ലാവർക്കും സുപരിചിതമായ ആപ്ലിക്കേഷനുകളായിരിക്കും. അക്കൗണ്ട് നമ്പറോ IFSC കോഡോ ഒന്നുമില്ലാതെ തന്നെ മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, അതും നിമിഷങ്ങൾക്കകം യാതൊരു ചാർജും ഇല്ലാതെ തന്നെ പേയ്മെൻറ്റ് സാധ്യമാക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ളവ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അതിനായി അവർ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. 2016 NPCI അഥവാ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത പേയ്മെൻറ്റ് സിസ്റ്റമാണ് UPI. RBIയും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ചേർന്നാണ് ഇതിൻ്റെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഇന്ന് UPIയുടെ കീഴിൽ വന്നിട്ടുണ്ട്. UPIക്ക് പ്രവർത്തിക്കാൻ ഒരു മൊബൈൽ ബേസ്ഡ് ആർക്കിടെക്ചർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫോൺ പേയും ഗൂഗിൾ പേയും പോലുള്ളവർക്ക് പ്രചാരമേറിയത്. ഇന്ത്യയിലെ ആദ്യത്തെ UPI ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോൺ പേ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭീം UPIയും ഈ കാറ്റഗറിയിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. UPI ഫെസിലിറ്റി ലഭ്യമാവാൻ ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ്റെ സഹായം വേണമെന്നില്ല. *99# എന്ന USSD കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് എല്ലാ ഫോണിലും നമുക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സെക്യൂരിറ്റിയെ പറ്റി നോക്കാം. UPI ബേസ്ഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ നിന്നും പലരെയും പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഘടകം അതിൻ്റെ സെക്യൂരിറ്റിയാണ്. പെട്ടെന്ന് ടാമ്പർ ചെയ്യാൻ പറ്റാത്ത ഹൈ സെക്യൂർഡ് എൻക്രിപ്ഷൻ ഫോർമാറ്റാണ് UPI യൂസ് ചെയ്യുന്നത്. കൂടാതെ ട്രാൻസാക്ഷൻ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന സീക്രട്ട് പിന്നു കൂടെ ചേരുമ്പോൾ UPI ഹൈലി സെക്യൂർഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് UPIയുടെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ഒരു UPI ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ UPI ID ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവും. ശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് UPI പിൻ സെറ്റ് ചെയ്യുക. UPI ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ലിങ്ക്ഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് ബാങ്ക് സെർവറിലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മുടെ മൊബൈൽ നമ്പർ NPCI സെർവറിലേക്ക് നൽകി അവിടെ ഒരു വിർച്വൽ ID അഥവാ UPI ID ക്രിയേറ്റ് ആവുന്നു. മൊബൈൽ നമ്പറിന് പകരം UPI ID നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായി ഉപയോഗിക്കാം. ഇനി പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ UPI ആപ്ലിക്കേഷൻ ബാങ്ക് സെർവർ വഴി NPCI സെർവറിലേക്ക് റിസീവറുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. ശേഷം NPCI സെർവറിലെ മാപ്പർ സംവിധാനം റിസീവറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് UPI ID ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഉടൻ റിസീവറുടെ ബാങ്ക് UPI ആപ്ലിക്കേഷനിലേക്ക് ആ ഇൻഫർമേഷൻ കൈമാറുന്നു. ഇനി നമുക്ക് UPIയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, അക്കൗണ്ട് നമ്പറോ IFSC കോഡോ ഇല്ലാതെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് നിമിഷങ്ങൾക്കകം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 2 അക്കൗണ്ടുകളും UPIയുമായി ലിങ്ക് ചെയ്തിരിക്കണം. അടുത്തൊരു ബെനിഫിറ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊരു ബെനിഫിറ്റാണ് QR കോഡ് ഫെസിലിറ്റി. കച്ചവടക്കാർക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് പേയ്മെൻറ്റ് സ്വീകരിക്കാൻ ഈ ഓപ്ഷൻ സഹായിക്കുന്നു. കസ്റ്റമേഴ്സ് QR കോഡ് സ്കാൻ ചെയ്ത് പിൻ നമ്പർ അടിച്ചാൽ മാത്രം മതി. അടുത്തൊരു ബെനിഫിറ്റാണ് വാലറ്റ് ഫെസിലിറ്റി ഓപ്ഷൻ. മറ്റൊന്നാണ് റിക്വസ്റ്റ് മണി ഓപ്ഷൻ. അതായത് മറ്റൊരാളിൽ നിന്ന് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ സഹായിക്കും. സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകൾക്ക് പുറമെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് കൂടെ UPIയിലേക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒറ്റ ട്രാൻസാക്ഷനിൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് UPI വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. KCB ബിൽ പേയ്മെൻറ്റ്, ടെലിഫോൺ ബിൽ പേയ്മെൻറ്റ്, മൊബൈൽ റീചാർജ്, ട്രെയിൻ ടിക്കറ്റ്സ്, LIC പേയ്മെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ്, കേബിൾ TV, മുനിസിപ്പൽ ടാക്സ് തുടങ്ങിയ സേവനങ്ങളും ഇപ്പോൾ UPI ആപ്ലിക്കേഷൻ നമുക്കായി നൽകുന്നുണ്ട്.